വാളയാർ പ്രദേശത്ത് നടക്കുന്ന നിരവധിയായ ബാലപീഡനങ്ങൾക്ക് മറുപടി പറയേണ്ടത് ഡൽഹിയിൽ നിന്നായിരിക്കുമോ? ഇതിനൊക്കെ അപ്പുറം 6 മാസത്തിനുള്ളിൽ കേരളത്തിൽ 25,000 ചൈൽഡ് പോൺ വീഡിയോകളാണ് അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തമായിരിക്കുമോ ഈ കുറ്റവും? ഇതിനൊക്കെ മറുപടി പറയുന്നതിന് പകരം ഒച്ചപ്പാടുണ്ടാക്കുകയോ അല്ലെങ്കിൽ കേരളത്തിലെ മഹത്തായ സർക്കാരിന്റെ നേട്ടങ്ങളെ കുറിച്ച് ഉദ്ഘോഷിക്കുകയോ ചെയ്തതുകൊണ്ട് കണ്ണടച്ചിരുട്ടാക്കാനാവില്ല എന്ന സത്യം നാം വിശ്വസിക്കുന്നു. ഇനി താങ്കളുടെ ചോദ്യത്തിന്റെ മറുപടി. നിങ്ങളിങ്ങനെ അവർക്കെല്ലാം അവസരം കൊടുത്ത് എന്നെ ഇങ്ങനെ നോക്കുത്തിയാണോ? അവര് പറഞ്ഞതിന് മറുപടി പറയാൻ നിങ്ങൾ സമ്മതിച്ചാൽ ചർച്ച ബഹിഷ്കരിക്കും. ഇല്ല താങ്കൾക്ക് മറുപടി പറയട്ടെ. കാരണം ഒരു മണിക്കൂറായി അവർ കാത്തിരിക്കുകയാണ്. ഇനി കൃഷ്ണകുമാറിലേക്കും എനിക്ക് പോകേണ്ടിയിരിക്കുന്നു. ഞാൻ താങ്കളിലേക്ക് വരും. എനിക്ക് കുറച്ച് ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടേണ്ടതുണ്ട് താങ്കളിൽ നിന്നും. അതുകൊണ്ട് റെജി അലോസരപ്പെടേണ്ടതില്ല. താങ്കൾ ക്ഷമയോടെ കാത്തിരിക്കൂ. കാരണം ശ്രീ കൃഷ്ണകുമാർ അദ്ദേഹം ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു കാത്തിരിക്കുകയാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീമതി പ്രമീള ദേവി, ഞാൻ വരാം താങ്കളിലേക്ക്. താങ്കൾ ഇങ്ങനെ പ്രകോപിതനാവാതെ റെജി, താങ്കൾ പ്രകോപിതനാവാതെ കാത്തിരിക്കൂ. ഇപ്പൊ വരാം, താങ്കളിലേക്ക് വരാം. ശ്രീമതി പ്രമീള ദേവി, കംപ്ലീറ്റ് ചെയ്യാം. പ്ലീസ് റെജി നിങ്ങൾ അവരോട് തുടരാൻ പറഞ്ഞാൽ ഐ ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. പ്ലീസ് അപമാനമാണ്. അല്ല, താങ്കൾക്ക് മറുപടി പറയാമല്ലോ. താങ്കളിലേക്ക് ഞാൻ വരുമല്ലോ. താങ്കൾക്ക് മറുപടി പറയാം. ശ്രീമതി പ്രമീള ദേവി പെട്ടെന്ന് പൂർത്തിയാക്കുക. എനിക്ക് ശ്രീ കൃഷ്ണകുമാറിലേക്ക് പോകണം. പ്ലീസ്. നിങ്ങൾ അവരോട് ചർച്ച പൂർത്തീകരിച്ചോ? ഞാനിനി നിങ്ങളോട് ചർച്ചയ്ക്കില്ല. പ്ലീസ്. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് റെജി ചർച്ച ബഹിഷ്കരിക്കുന്നതെന്ന് പറയേണ്ടി വരും. റെജി ലൂക്കോസ്, താങ്കൾ ഇങ്ങനെ അസ്വസ്ഥനാവേണ്ട കാര്യമില്ല. കാരണം ആ പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത്? ശ്രീമതി പ്രമീള ദേവി പറഞ്ഞതിൽ എന്ത് തെറ്റാണുള്ളത്? നേരിട്ട് വിളിച്ചാണല്ലേ? നേരിട്ട് വിളിച്ചത് റെജി ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാതെ താങ്കൾ വ്യക്തമായ മറുപടി പറയൂ. ഇപ്പോ നിരവധി കാര്യങ്ങൾ പ്രമീള ദേവി പറഞ്ഞു വെച്ചു. അതിന് താങ്കൾക്ക് മറുപടി ഉണ്ടാവും, താങ്കൾക്ക് ന്യായീകരണം ഉണ്ടാവും. അത് പറയാനുള്ള അവസരം വരും. ഇനിയും സംസാരിക്കാത്ത ആളുകളുണ്ട് ഈ ചർച്ചയിൽ. ശ്രീ കൃഷ്ണകുമാർ, അദ്ദേഹം അസ്വസ്ഥനാവുന്നില്ലല്ലോ. അദ്ദേഹത്തിലേക്ക് താങ്കൾ വെറുതെ എന്റെ സമയം കളയരുത്. ഒന്നുകിൽ റെജി മറുപടി പറയുക, ഞാൻ താങ്കളിലേക്ക് വരും. ഇല്ലെങ്കിൽ താങ്കൾക്ക് പോവാം. ഓക്കെ അങ്ങനെയുള്ളവർ ഈ ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. താങ്കൾക്ക് മറുപടി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് താങ്കൾ ഈ ചർച്ച ബഹിഷ്കരിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയും എനിക്കിപ്പോൾ തന്നെ പ്രതികരിക്കണം എന്നൊന്നും പറഞ്ഞ് അങ്ങനെ എന്നെക്കൊണ്ട് സമ്മർദ്ദം ചെലുത്തി താങ്കളുടെ വഴിക്ക് എന്നെ കൊണ്ടുവരാം എന്ന് കരുതേണ്ടതില്ല. റെജി ലൂക്കോസ്, താങ്കൾക്ക് കൃത്യമായും വ്യക്തമായും മറുപടി പറയാനുള്ള അവസരം ഞാൻ തരും. എല്ലാ ചർച്ചകളിലും അങ്ങനെ തന്നിട്ടുണ്ട്. പക്ഷേ ഇടക്ക് കയറി മറ്റുള്ളവർ പറയുന്നത് തടസ്സപ്പെടുത്തുക, അതൊന്നും ശരിയായ കാര്യമില്ല. അത് ഒരു കാരണവശാലും അനുവദിച്ച് തരാനും പറ്റില്ല.